ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ സാരിയൊക്കെ ഉടുത്ത് ഹെൽമെറ്റൊക്കെ വെച്ച് ഇത് എങ്ങോട്ടാ ഈ പെണ്ണ് പോകുന്നതെന്നല്ലേ? വിഷമിക്കേണ്ട ഗൈസ്, നിങ്ങളെയും കൊണ്ടൊരു സ്ഥലം വരെ പോവാണ്. ഡൽഹിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹനുമാൻ ക്ഷേത്രം, അതായത് സംകട്ട് മോചൻ ഹനുമാൻ എന്ന് പറയുന്ന ഈ അമ്പലത്തിലേക്കാണ് നമ്മളിന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 108 അടി പൊക്കത്തിലുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു ഹനുമാൻ പ്രതിമ. അതാണ് ഇവിടുത്തെ സവിശേഷത. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹനുമാൻ്റെ പ്രതിമയാണിത് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം അമ്പലത്തിൽ കയറുന്നതിന് മുൻപ് ഈ ഹനുമാന് അർപ്പിക്കാനുള്ള ഒരു തട്ടം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പൂവും ഭസ്മവും എണ്ണയും ഒക്കെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ കയറുന്ന ഒരു എൻട്രൻസ് തന്നെ ഭയങ്കര പ്രത്യേകതയുള്ളതാണ്. ഇതുപോലെ ഒരു അസുരൻ്റെ വാ തുറന്നിരിക്കുന്ന ആ ഒരു വായിൽ കൂടിയിട്ടാണ് നമ്മളിങ്ങനെ പതുക്കെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഭീകരം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ളൊരു വലിയൊരു പൊക്കത്തിലുള്ള സാധനമല്ലേ. അപ്പോൾ ഈ 3 നിലയിലായിട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഹനുമാൻ്റെ ഫുൾ സ്ട്രെച്ചിലൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ദൂരേന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല പൊക്കത്തിന് ഈ ഹനുമാൻ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഫസ്റ്റായിട്ട് കാണുന്നത് ഈ ബജ്രംഗ് ബലിൻ്റെ രൂപമാണ്. ഈ ബജ്രംഗ് ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹനുമാൻ്റെ തന്നെ, ഈ നോർത്ത് ഇന്ത്യൻസിന് ഹനുമാൻ എന്ന് പറഞ്ഞൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ദൈവമാണ്. ഭയങ്കര വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരാളാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ആ ഒരു ബജ്രംഗ് ബലിയുടെ രൂപമാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ തട്ടം നേദിക്കുന്ന സമയത്ത് പൂജാരി വന്ന് നമുക്ക് തിലകം ഇട്ട് തരിക, അങ്ങനത്തെ ഒരു പതിവാണ് കേട്ടോ. നമ്മളല്ലാതെ അവിടെ നിന്ന് ഇടുകയല്ല, അവരിട്ട് തരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ശിവൻ്റെയും പാർവതിയുടെയും നല്ല കുഞ്ഞു കുഞ്ഞ് ഈ നോർത്ത് ഇന്ത്യൻ നല്ല പാവക്കുട്ടികളെ പോലത്തെ ഐഡൽസും അവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ 3 നിലയിലായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള നിലയിലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ജനലുകൾ വഴി നോക്കുമ്പോൾ നമുക്ക് എന്താ നല്ല ഓരോരോ ഭാഗങ്ങളായിട്ട്, അപ്പോൾ നമ്മളിപ്പോൾ ചില സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഗദയായിരിക്കും, ചില സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഹനുമാൻ്റെ കാലായിരിക്കും, അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1994 ഇതിൻ്റെ പണി തുടങ്ങുന്നത്. പണി തീരുന്നത് എപ്പോഴാണെന്നറിയോ? 2007. അതായത് ഒരു 13 വർഷമാണ് ഈ അമ്പലം ഉണ്ടാക്കാനായിട്ട് എടുത്തത്. അപ്പം നമ്മളിപ്പോൾ മെയിനായിട്ട് ഇപ്പം നമ്മൾ കണ്ടൊരു ഫ്ലോറിനകത്ത് നമുക്ക് എന്താ പറയുക, ദുർഗാദേവി ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് പേരറിഞ്ഞുകൂടാത്ത കുറേ ദേവികളും ദേവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ ഭയങ്കര ഇടുങ്ങിയൊരു പാത്താണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം അതും എന്താ ചൊവ്വയും ശനിയും ഒക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ളപ്പോൾ ഇങ്ങനെ നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയാണ്. അപ്പോൾ ഇവിടുത്തെ നമുക്കിതിനോട് ചേർന്ന് തന്നെ ഒരു ശനിദേവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ ഈ ശനിയാഴ്ചകളിൽ ഈ 2 അമ്പലത്തിലും ഭയങ്കര തിരക്കാണെന്നാണ് ഇവിടെ മുമ്പിൽ നിന്ന് ചേട്ടന്മാർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതേ അടുത്ത നിലയിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത നിലയിൽ നമുക്ക് മെയിനായിട്ടുള്ളത് പഞ്ചമുഖി ഹനുമാൻ്റെ ഒരു പ്രതിമയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ കണ്ടോ, ചെറിയൊരു രീതിയിൽ ആ ഹനുമാൻ്റെ ഗദയുടെ ഒരു പോർഷൻ കാണാൻ പറ്റും. ഗദയും കാലും ആ ഒരു ഡ്രസ്സും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോരോ സോണുകളായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു അമ്പലത്തിന് എന്താ ഭയങ്കരമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ ഹനുമാൻ ജയന്തിയുടെ സമയത്താണ്. ഡൽഹിയിൽ ഹനുമാൻ ജയന്തി ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് ആഘോഷിക്കുന്നത്, ഏറ്റവും കൂടുതൽ തിരക്കും ഈ അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മോള് വന്ന് ഇങ്ങനെ നിൽക്കുന്നത്, അവിടെ അവൾ രാധയുടെയും കൃഷ്ണൻ്റെയും ഒരു പ്രതിമ കണ്ടു. അവളുടെ ഫേവറേറ്റാണ് രാധയും കൃഷ്ണനും. അത് എവിടെ കണ്ടാലും പുള്ളിക്കാരി നോക്കിക്കൊണ്ട് നിൽക്കുവേ. പിന്നെ നമ്മുടെ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഉണ്ട്. പിന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സായിബാബയുണ്ട്. അപ്പം ഇതെല്ലാം ഇവിടുത്തെ ഒരു ഐഡൽസ് എന്ന് പറയണത് തന്നെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, വളരെ സമാധാനകാമായിട്ടുള്ള രൂപത്തിലാണ്. അപ്പോൾ നിങ്ങൾ ആ കണ്ടതാണ് നമ്മുടെ പഞ്ചമുഖി ഹനുമാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ തന്നെ അടുത്ത ദുർഗാദേവി, പിന്നെ നമ്മുടെ സമുദ്രമന്ഥനത്തിൻ്റെ കഥ ഇങ്ങനെ ഒരു ലൈറ്റ് ഫോമിൽ നല്ല ഐഡളൊക്കെ ആയിട്ട് ചെയ്തിട്ട് ലൈറ്റൊക്കെ ഇട്ട് അവർ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. സാധാരണഗതിയിൽ ഈ അമ്പലം രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് ഉണ്ടാവുക. പക്ഷേ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും രാത്രി 12 മണി വരെ അത്രയും തിരക്കുമാണ്. ഈ പറഞ്ഞ പോലെ ഈ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര എഫക്റ്റുമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സമുദ്രമന്ഥനത്തിൻ്റെ രൂപങ്ങളായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയുടെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഈ രാമായണം ലൈവായിട്ട് വായിച്ചു തരുന്നൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വന്ന സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. ജനറലി അതും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്കൊരു 3 നിലയിലായിട്ടാണ് ഈ അമ്പലം. അപ്പോൾ ഇതിപ്പം നിങ്ങൾ കാണുന്നത് ഈ ഒരു ഫ്ലോറാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്തത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് ജണ്ടേവാലൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു 300 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കരോൾ ഭാഗം എന്നൊക്കെ പറയുന്നതാണ് ഒരു എക്സാക്ട് ലൊക്കേഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗുഹയ്ക്കകത്തോട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ കൺജസ്റ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ
നമുക്ക് ആ വരലും പോലും കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ വേറെ ഒരു ഫീലാണ് കേട്ടോ, നല്ല രസമാണ്. ഈ ഒരു ആർക്കിടെക്ചർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ രാക്ഷസന്മാരും കുറേ ദേവീ സങ്കല്പങ്ങളും എന്തൊക്കെയോ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് രൂപങ്ങളും ആ ഒരു കാളിയുടെ ആ ഒരു ഇമേജ് അത് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു അത്രയും ഭാവത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഗുഹ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇതാണ് ഈ വൈഷ്ണോദേവി കേവ് എന്ന് പറഞ്ഞിട്ട് പവിത്ര ഗുഹ എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഈ അപ്പുറത്തെ സൈഡിൽ ഈ ഭുവനേശ്വരി ദേവി എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു ദേവിയും ഉണ്ട്. അപ്പം നമുക്ക് ഈ കാളി, ഭദ്ര, ദുർഗ അങ്ങനെയൊക്കെയല്ലേ അറിയുള്ളൂ. അപ്പോൾ ഇവർക്ക് ഇതുപോലെ എന്താ പറയുക ഭുവനേശ്വരി ദേവി അങ്ങനെ നമുക്ക് പേരറിഞ്ഞൂടാത്ത ഒരുപാട് ദേവി സങ്കല്പങ്ങളുണ്ട്. അപ്പം ഓപ്പോസിറ്റ് സൈഡിൽ കാളി ഭയങ്കര ഭയങ്കര രൗദ്രഭാവത്തിലൊക്കെ നിൽക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഏറ്റവും ശാന്തരൂപിണിയായിട്ട് ഈ ഒരു ദേവിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രണ്ട് രീതിയിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള ഫീലുകളും കാര്യങ്ങളുമാണ് നമുക്ക് അവിടെ വരുന്നത്. ഭയങ്കരമായിട്ട് ആ ഒരു ഓരോ പ്രതിമയ്ക്കും ഒരു എന്താ പറയുക മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങുന്ന വഴി എന്ന് പറയുന്നത് തിരിച്ച് ഇതുപോലെ ആ ഗുഹയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതും ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുനിഞ്ഞ് ഭയങ്കര കെയർഫുള്ളായിട്ട് ഇറങ്ങണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ തിരക്കില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല, തിരക്കുള്ള സമയത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതെ ഇതാണ് ആ ഒരു നമ്മൾ ഇറങ്ങുന്ന എക്സിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പോരാത്തതിന് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാൻ വേണം കേട്ടോ. അപ്പോൾ ഡൽഹിയിൽ വരുന്നവർ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഡൽഹിയിലുള്ളവർ ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണിത്. ഇതുപോലെ ഹനുമാൻ്റെ ഉള്ളിൽ നിന്ന് ശ്രീരാമനും സീതാദേവിയൊക്കെ ഇറങ്ങി വരണതും ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാതെ വരിക കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും പറയണം. ഒരുപാട് സ്നേഹം. താങ്ക്